ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ജോൺ കങ്കാലിൽ ബേബി, സിനി ജോൺ, നിക്കോൾ ജോൺ, നിയ ജോൺ, കാൽഗറി, കാനഡ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വീണ്ടും ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. COVID-19 ആഘാതം മൂലം ലോകത്ത് കർത്താവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും യാതനകളും പരിഹരിക്കുവാൻ തക്കതിനോണം അവയിൽ നീ ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും സാന്ത്വനവും സമാധാനവുമായി അവിടുന്ന് കടന്നു വരണമേ. പ്രതിവിധിയായി പ്രതിരോധമായി കർത്താവ് മുൻപോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം എന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ നാമം മോത്തപ്പെടുവാനും നിൻ്റെ ആശ്വാസവും സമാധാനവും പ്രത്യാശയുമായി മുന്നേറുവാനും തക്കതിനുവേണം കർത്താവെ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും ഏഴാങ്ങയിലുമായി കൊണ്ട് ശുശ്രൂഷയപ്പൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കോവിഡ് രോഗം മൂലം പ്രയാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളെയാണ് നാം ഓർക്കുന്നത്. അബുദാബിയിൽ നിന്നും പോൾസൺ, അദ്ദേഹം അല്പം ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് കഴിഞ്ഞ രാത്രി അറിയിച്ചിരിക്കുന്നത്. കർത്താവ് അദ്ദേഹത്തിന് സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്നും ബ്ലിസിൽ ഗീവർഗീസ് എന്ന് പറയുന്ന സഹോദരനും ഈ രോഗം ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആശ്വാസം നൽകുവാൻ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോൺ മാത്യു ഫിലഡൽഫിയയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. അതിവേഗം സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് നാം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ ലണ്ടനിൽ നിന്നും ലിസി വർഗീസ്, സിധു വർഗീസ്, ജിജി സിധു, ജസാന, ജാക്വലിൻ എന്നിവർ പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു. രോഗം അതിവേഗം മാറിപ്പോകാൻ തക്കവണ്ണം സമ്പൂർണ്ണ സൗഖ്യത്തോടും സമാധാനത്തോടും ഒരു വഴി നടത്തുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദോഹയിൽ നിന്നും ലിൻസി, ലിജോ, അനാഥ് എന്നീ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാം പ്രാർത്ഥിച്ചു വരുന്ന ഡോക്ടർ സുശീലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗം വളരെയധികം കുറവുണ്ട്. ഹി ഈസ് മച്ച് ബെറ്റർ, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു പ്രേ എ ലോട്ട് ഫോർ ഹിം. ദേ ഹാവ് ടു കംപ്ലീറ്റ്ലി ഹീൽഡ് ആൻഡ് ലെറ്റ് us pray that the Lord heals him fast. Dr. Sushil from London, Mary Kutti from New York, we have been praying for her. She's recovering. Let's pray that ailment is completely gone and she is completely okay. We pray for Binu, he is also much better. So we have been praying for all these people and the new additional set of people which are going through this great calamity. Let's pray for all of them. കൂടാതെ മോഹൻ അബുദാബിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ റേഡിയേഷനെ വഹിക്കുവാൻ തക്കമുള്ള ബലവും ശക്തിയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ദൈവം നൽകുന്നതിനായിട്ടും അത് വിജയകരമായി പൂർത്തിയാക്കി സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാൽഗറിയിൽ നിന്നുമുള്ള ബിനുവിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിവേഗം അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിക്കാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സഹോദരങ്ങൾ രോഗികളാണ്, രോഗം ഭേദമായിക്കൊണ്ടിരിക്കുന്നവരാണ്, ലോകത്തിൻ്റെ ഗുരുതരാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ആദ്യമായി പ്രാർത്ഥിച്ച ശേഷം ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. COVID-19 രോഗം മൂലം അവർ വളരെയധികം ക്ലേശിക്കുന്നു. അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശ്വാസത്തിനായിട്ട് സ്തോത്രം. എന്നാൽ ഗുരുതരമായ അവസ്ഥയിലുള്ള സഹോദരങ്ങളുമുണ്ട്. അവിടുത്തെ പൊൻകര നീട്ടി സൗഖ്യം നൽകി നിൻ്റെ നാമമഹത്വത്തിനായിട്ട് അവർ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഈശ്വരത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. അപ്പോൾ നമുക്കിനിയും പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ രോഗനിമിത്തം വലയുന്നവരെ മാത്രമല്ല, ഈ രോഗമുണ്ടോ എന്ന് സംശയിച്ച് ക്വാറൻറ്റൈനിലായിരിക്കുന്ന അനേകരുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ പരിചരിക്കുന്ന ഹെൽത്ത് വർക്കേഴ്സുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ ഫോർ ദ ഹെൽത്ത് കെയർ പീപ്പിൾ ഹു ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് കോവിഡ് പേഷ്യൻസ്. ലെറ്റ്സ് ഓൾസോ പ്രേ for all the people who are in quarantine. Many are coming from abroad and they're all put into quarantine, and they have to remain there for 21 days, 28 days. It depends. So let us pray that the Lord be with them and give them the peace during these days to withstand all the pressures around. Let us also pray for the rulers and leaders of different nations in our state and also other states in India, the Indian Prime Minister, and also presidents and prime ministers of all different nations. The Lord has to strengthen them so that they can lead the people through a complete healing process, provide everything that is required to prevent the spread of the disease. So many aspects are there. So let's pray that the Lord gives them wisdom to do all that. അങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് നമ്മുടെ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന സഹോദരിമാരുണ്ട്, നേഴ്സിംഗ് കെയറുള്ളവർ. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ഒരുപാട് മലയാളി സഹോദരിമാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരിൽ ചിലരെങ്കിലും നമ്മളെ ടെലിഫോൺ ചെയ്ത് പറയുന്നുണ്ട്. ഫ്രണ്ട് ലൈനിലാണ് അവർ രോഗികളെ നിരന്തരമായി പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാണ്. കർത്താവ് അവരെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രത്യേകമായിട്ട് അങ്ങനത്തെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കും. എന്നാൽ ഇവർ നമ്മുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവനാമോഹത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരിമാരാണ്. അവർക്ക് കർത്താവ് കാവൽ നൽകി അവരെ വഴി നടത്തുന്നതിനായിട്ട്, ഒരു ബാധയുടെ കൂടാരത്തിനടുക്കാതെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുവാനുള്ളത് രജി മേരി, കാവ്യ, അതോടൊപ്പം തന്നെ ടോണിയ, ജിൻസി, മോളമ്മ, ശാന്തമ്മ, ഷീബ, ബീന, ജെൻസി, രേണു, റൂബി തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ടിൻഡോ, ജിൻസി ഫ്രം കാനഡ, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്ന് നമുക്ക് അന്ന ജോണിക്കുട്ടി, ബ്രൈറ്റി ജോൺ, ഷാർജയിൽ നിന്ന് സോഫി, ടെസ്സി, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നമുക്ക് സുനിയുണ്ട്, നേനു പോളുണ്ട്, അതോടൊപ്പം തന്നെ സിമിയുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അബുദാബിയിൽ നിന്ന് ജെയ്മിക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അയർലൻഡിൽ നിന്ന് നമുക്ക് സോണയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫിജറയിൽ നിന്ന് വത്സ പൈലി, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദുബായിൽ നിന്ന് മായയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അലയിൽ നിന്ന് എൽസി, ലിസി, സോണി, ലിജി, ജസ്മി, ഇവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഡോഹയിൽ നിന്ന് നോയൽ, ജിതു നോയൽ, അതോടൊപ്പം ഷിബി എന്നിവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. UK നിന്ന് അഞ്ജലി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ റീന ന്യൂയോർക്കിൽ നിന്നും അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ റീനയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ ജെയെ ഓർത്ത് പ്രാർത്ഥിക്കാം ലണ്ടനിൽ. ഡോക്ടർ റബേക്കയെ ഓർത്ത് പ്രാർത്ഥിക്കാം ലണ്ടൻ. ഡോക്ടർ റിനി മേരി തോമസ്, ഡോക്ടർ മാത്യു തോമസ് എന്നിവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈ വൈറസിൻ്റേതായിട്ടുള്ള ചികിത്സാ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അവരെല്ലാം കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം മിലൻ എന്ന സ്ഥലത്ത് ഇറ്റലിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജെയിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം.
നാഷ്വിൽ നിന്ന് ആനി നാനാനെയും റബക്ക നാനാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് വിനുവിനെയും സിനിയെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആൻസി, ന്യൂയോർക്കിൽ നാൻസി ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്ന് റോസമ്മ ജെയിംസിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിബിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫിലിപ്പൈൻസിൽ നിന്ന് മറിയ, മാക്സിം, മാർട്ടിൻ, അർജുനിൻ, യൂജീൻ, ഇംതിയാസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 20 വയസ്സുകാരനായ ഇവാൻ ബേബി സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് സങ്കടത്തോടെ അപേക്ഷിച്ചിട്ടുണ്ട്. അച്ചാമ്മ ഫിലിപ്പിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആ സഹോദരിയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നബിതയും രാമകൃഷ്ണനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. തെലങ്കാനയിൽ നിന്നാണ്. കുഞ്ഞുങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്നേഹമായ ബിനോ 14 വയസ്സുകാരിയാണ്. കാലിനൊരു വേദനയായിട്ട് ഡോക്ടറെ കണ്ടതാണ്. എന്നാൽ ഇപ്പോഴവർ RCCയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിന് സമ്പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫിലിപ്പൈൻസിൽ നിന്ന് സണി എന്ന് പറയുന്ന 24-കാരൻ MBBS സ്റ്റുഡൻ്റാണ്. അവിടുത്തെ പ്രത്യേകമായ സാഹചര്യങ്ങൾ കർത്താവ് പരീക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെൽവിൻ റോസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓസ്ട്രേലിയയിൽ നിന്ന് അൻസായെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കൃഷ്ണപ്രഭാകരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആന്ധ്രയിൽ നിന്ന് പേര് തന്നിരിക്കുന്നവരാണെങ്കിലും ഒരുപാട് പേരുടെ പ്രെയർ റിക്വസ്റ്റ് വരുന്നുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്ത്വനവും സൗഖ്യവും സമാധാനവും അവർക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മരണത്തിൽ വേദനിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ രോഗനിമിത്തം ഈ ലോകത്തോട് കടന്നുപോയ അവസ്ഥയിൽ ദുഃഖിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്താണ് മറുപടി നൽകേണ്ടതെന്ന് ഡോക്ടേഴ്സ് പോലും അന്താളിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിലെ സാഹചര്യങ്ങളിൽ ഈ രോഗികളോട് തന്നെ രോഗമില്ലാത്തവരും പാർക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെ രോഗം പകരാതിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ രോഗത്തിൻ്റെ കെടുതികൾ നാനാ രീതിയിൽ നാനാ രൂപങ്ങളിലാണ്. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്, അത് നഷ്ടപ്പെട്ടവരുണ്ട്. പലവിധമായ പ്രയാസങ്ങളിൽ അവിടുന്ന് നാട് വിടാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടെ കഴിയേണ്ടി വരുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുമായിട്ടാണ് ഈ നാളുകളിൽ അനേക സഹോദരർ മുന്നോട്ട് വന്നത്. അവരെയൊക്കെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനായിട്ടും പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതിനായിട്ടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഞങ്ങളവിടുത്തെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ ഓരോരുത്തരെയും അറിയുന്ന ദൈവമായിരിക്കുക. സ്തോത്രം. രോഗികൾക്ക് പൂർണ്ണമായ വിടുതലും ആശ്വാസം നൽകുന്നതോടൊപ്പം കർത്താവെ, ആ രോഗത്തെ കർത്താവ് നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അതിനനുയോജ്യമായ പ്രതിവിധിയും ഹല്ലേലൂയ കർത്താവ് പ്രതിരോധം അങ്ങ് തന്നെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന പെൺമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവർ ഓരോരുത്തരെയും അങ്ങയുടെ ഉള്ളങ്കയിൽ സമർപ്പിക്കുന്ന ഒരു രോഗം അവരെ ബാധിക്കാനിടയാതവണ്ണം അങ്ങ് അവർക്ക് തീമതിലായി അവരെ വഴി നടത്തണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ അവരുടെയൊക്കെയും സങ്കടങ്ങൾ കണ്ട് അത്ഭുതകരമായി അവർക്ക് വിടുതലും ആശ്വാസവും പ്രത്യാശവും നൽകി മുൻപോട്ട് പോകാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ലോകത്തേക്ക് നോക്കുമ്പോൾ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നത്. നാളെ എന്താകുമെന്ന് പ്രവചിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള അനേകർ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഈ രോഗത്തിൻ്റെ വ്യാപനം എങ്ങനെയാകുമെന്ന് കൃത്യമായി പറയുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന സാഹചര്യമാണ് നാം കാണുന്നത്. എന്നാൽ അത്യുന്നതനായ ദൈവത്തെ മാത്രം വിശ്വസിച്ച് അവനിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്ന അനേക സഹോദരങ്ങളും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. ദൈവത്തെ അറിയുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവകൃപയിൽ ജീവിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട്
ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ദൈവജനത്തിനും ഇപ്രകാരമുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെയും സ്വാഭാവികമായി അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ദൈവം അനുവദിച്ചിട്ടാണ് അത് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാകും. ഇപ്രകാരമുള്ള കൂരിരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അനേക ദൈവമക്കൾ പോലും പകച്ചു നിൽക്കാറുണ്ട്. ഇരുളിൻ്റെ താഴ്വരയിൽ ദൈവം കൈവിട്ടോ എന്ന് സംശയിക്കാറുണ്ട്. കാരണം ഇപ്രകാരമുള്ള ഒരു അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റനേകർക്ക് കടന്നു വന്ന് സഹായിക്കുവാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയാണ് സംജാതമാകുന്നത്. അപ്പോൾ ആ ഒരു ഏകാന്തതയുടെ തടവറയിലൂടെയാണ് അനേകർക്ക് കടന്നു പോകേണ്ടി വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ മറുപടികൾ താമസിച്ചു വരുന്നു, ലഭിക്കുന്നില്ല, മറുപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത്രയും നാൾ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവഭക്തിയിൽ ജീവിക്കൂ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അങ്ങനെ ഉള്ള അവസ്ഥകളിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, രോഗങ്ങൾ ഭവനത്തിൽ കടന്നു വരുന്ന അവസ്ഥ, ഈ വലിയ കെടുതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയാതെ രോഗികളായി തീരുന്ന അവസ്ഥ, ഇങ്ങനെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയും അനേക വിശ്വാസികളെ പോലും തളർത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്രകാരം ഒരു സാഹചര്യത്തെ ആരും മുന്നിൽ കണ്ടിരുന്നില്ല. എനിക്ക് ഓരോ ടെലിഫോൺ കോളുകൾ വരികയാണ്, ജോലി നഷ്ടപ്പെടുകയാണ്, നോട്ടീസ് ലഭിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നാട്ടിൽ ഭവനത്തിൻ്റെ പണി നടക്കുന്ന സാഹചര്യമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വലിയ സമ്പാദ്യമൊന്നും നാട്ടിലില്ലാത്തവരുണ്ട്. ഒരുപാട് കാശ് മുടക്കി വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായിട്ട് അല്ലെങ്കിൽ പഠനത്തിനായിട്ട് മക്കളെ വിട്ടവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും കൃത്യമായ വേളകളിൽ അവർക്കൊക്കെയും പണം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. പൊടുന്നനവേ എല്ലാ വരുമാനവും നിശ്ചലമാക്കിക്കൊണ്ട് ജോലി നഷ്ടപ്പെടുമ്പോൾ, ടെർമിനേഷൻ കയ്യിൽ കിട്ടുമ്പോൾ ഇവരെല്ലാം അന്താളിക്ക് സ്വാഭാവികമാണ്. You see, today the world is going through a great crisis. Many believers, when I say believers, people who have experienced God, people who live with the fear of God, people who work for God, the glory of His kingdom, even such people are affected by this great disaster. So many a time people wonder why they should suffer this way. They are God-fearing, they work for God, they give for God, they are earnest about God. Then why this calamity should strike them? Well, no calamity can touch a child of God unless and until God allows it. So we have to be satisfied with the thought, and we should have the hope that it's the Almighty God who has allowed it and He would solve it. Especially, it's not a question of being a sick person. It's not a question of being attacked by the virus. But because of this pandemic, so many are losing their jobs. Uncertainty is prevailing. See, many are calling, telling me, see, we have lost our jobs, we have got a notice. We do not know how to go ahead. We don't see any hope at all. Some people have started building houses. Now it's halfway. Some others don't have houses. Some have sent their children abroad for higher studies, expecting them to complete in 3-4 years. And
These people thought they could support them for the next 3 or 4 years. But suddenly, when the job is no more, the career of their children is also at stake, and the studies are disrupted. So many fears are this way. You see, and many call and say they don't know what is to be done. I console them. I will tell them, if you work for God, if you have been caring for His kingdom, you don't have to worry at all. The Lord will take care of it, but it will be difficult for people to believe it. All of a sudden, you lose the job, and all of a sudden, you have to leave the country. Well, all this is quite unexpected, and such situations would definitely shock anyone. So the government and also social agencies, organizations, they are organizing counseling sessions for these people, for these expatriates and others who are stricken by the situation. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുവാൻ, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രയാസങ്ങളിൽ മാനസികമായുള്ള സമാധാനം പങ്കിടുവാൻ, ഉറപ്പിക്കുവാനൊക്കെ സാമൂഹ്യ സംഘടനകളൊക്കെ ഇപ്പോൾ പ്രത്യേകമായ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഏത് നടപടിക്രമങ്ങളുടെയും നിലനിൽപ്പ് അല്പകാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ദൈർഘ്യം കുറച്ച് മണിക്കൂറോ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അപ്രതീക്ഷിതമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യാശയോടെ ഒരു ദൈവവേദന മാത്രമേ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവയെ സധൈര്യം നേരിടുവാൻ കഴിയുകയുള്ളൂ. നാം പെട്ടെന്ന് ഇപ്രകാരമുള്ള പ്രതിസന്ധികളെ നേരിടുമ്പോൾ അന്താളിച്ചു പോകാറുണ്ട്. അവിടെയൊക്കെയും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൽ നാം അചഞ്ചലമായി വിശ്വസിക്കണം. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എൻ്റെ ജീവിതയാത്രയിൽ അപ്രകാരമുള്ള സന്ദർഭങ്ങളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. 2000 ആണ്ടിലാണ് വിശുദ്ധ സത്യവേദ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2001 മാർച്ച് 12 എൻ്റെ ഭവനത്തെ സമ്പൂർണമായി അത് അവിടുത്തെ എൻ്റെ ശത്രുക്കളുടേതായിട്ടുള്ള പ്രേരണ പ്രകാരം പോലീസ് വളയുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്യുകയാണ്. എൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന 5 ലാപ്ടോപ്പ്, ഇപ്പോഴല്ല, ഓർത്തോളണം, 2001 കാര്യമാണ്. അന്ന് ലാപ്ടോപ്സൊക്കെ വളരെ വിരളമാണ്. അത് മുഴുവൻ കൊണ്ടുപോയി 14 വർഷത്തെ തിരുവചന പരിഭാഷകളിൽ എൻ്റെ രേഖകളെല്ലാം എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ വലിച്ചു കീറി പിടിച്ചെടുത്തു. എന്ന് വേണ്ട, എൻ്റേതായിട്ടുള്ള ഗവേഷണത്തിൻ്റെ അനേകമായ കാര്യങ്ങളൊക്കെയും പിടിച്ചെടുക്കുക മാത്രമല്ല, അത് സംഭവിച്ചിരുന്ന കമ്പ്യൂട്ടറുകളൊക്കെ അവിടെ വെച്ച് തന്നെ കേടാക്കി. മാത്രമല്ല, എനിക്ക് ആ രാജ്യം 24 മണിക്കൂർ നോട്ടീസിൽ അത് വിടേണ്ടി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവളും വിടേണ്ടി വന്നു. എൻ്റെ മകളുടെ പഠിത്തം പൂർത്തിയാക്കാൻ കഴിയാതെ പോരേണ്ടി വന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി. അതിന് മുൻപ് പലപ്പോഴും എൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട രാജി എന്നോട് പറയാറുണ്ട്, നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും വന്നാൽ, നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാം എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ അവൾക്ക് എപ്പോഴും നൽകുന്ന മറുപടി, ലോകത്തിലെ ബാങ്ക് അടച്ചാൽ സ്വർഗത്തിലെ ബാങ്ക് തുറക്കും. കാരണം നാം ദൈവവേല ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ദശാംശം അതിലുപരിയായും കൂടി ചിലവഴിച്ചാണ്. മറ്റുള്ളവരുടെ ദശാംശം വാങ്ങിച്ചല്ല നമ്മളത് ചെയ്യുന്നത്. മറ്റുള്ള ആരേക്കാളും കൂടുതലായിട്ട് അത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ രണ്ടുപേരുമാണ്.
അപ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈപിടിക്കുകയുമില്ല. 10-25 വർഷം ഒരു രാജ്യത്ത് ജീവിച്ച ശേഷം വെറും ഒരു ബ്രീഫ് കേസുമായിട്ടാണ് ഞാൻ ആ രാജ്യം വിടുന്നത്. എല്ലാവരും സന്തോഷിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്ന് അഭിമാനിക്കുന്ന സഹോദരങ്ങൾ പോലും പറഞ്ഞത് ദൈവം എന്നെ തൊട്ടു എന്നാണ്. ദൈവവചനത്തെ തൊട്ടവനെ ദൈവം വെറുതെ വിടിക്കില്ല, അവനെ തൊട്ടു. ഒരുപാട് മഞ്ഞപ്പത്രങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ എഴുതി. അതൊക്കെ എൻ്റെ മാതൃസഭയിലെ പല ദേവാലയങ്ങളും വായിക്കുകയുണ്ടായി. അവിടെയൊക്കെ ഞാൻ ശാന്തനായിരുന്നു. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധിയാണ്. എന്തെല്ലാം നഷ്ടമായാലും ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദൈവത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യമനുസരിച്ച് അവനതിൻ്റെ എത്രയോ മടങ്ങ് തരാൻ പ്രാപ്തിയുള്ളവനാണ്. എല്ലാവരും ഉപേക്ഷിച്ചു. ഈ സാഹചര്യങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ശുശ്രൂഷയെ തന്നെ ഉടച്ചു കളയുവാനാണ് ശത്രു ഇറങ്ങി തിരിച്ചത്. അനേകരെ വിളിച്ച് ഭയപ്പെടുത്തി, നിങ്ങൾ അവൻ്റെ കൂടെ പോകുന്നവരല്ലേ, അതുകൊണ്ട് നിങ്ങളെയും പോലീസ് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. ചിലരൊക്കെ ഈ തക്കം പാർത്ത് എന്നേക്കുമായിട്ട് ബലഹീനായ ഞാനുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ പതറിയില്ല. ശുശ്രൂഷയെ തകർക്കുവാൻ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ പ്രതിസന്ധിയിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ളത് വലിയ ചോദ്യമായിരുന്നു. ശാന്തമായിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മാതൃ ശുശ്രൂഷ നാട്ടിലുണ്ട്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും പ്രയാസങ്ങൾ കാണുവാൻ എനിക്ക് കഴിഞ്ഞു. കാരണം എനിക്ക് അധികാരമില്ല, ജോലിയില്ല, സാമ്പത്തികമായ ബന്ധപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ അതിനെയൊന്നും കൂട്ടാക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്നെ അത്യത്ഭുതകരമായി വഴി നടത്തി എന്ന് മാത്രമല്ല, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തരുവാൻ തക്കവണ്ണം എത്രയോ 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 മടങ്ങ് അത്യത്ഭുതകരമായി ദൈവം നടത്തുവാൻ ഇടയാക്കി. എൻ്റെ കുഞ്ഞുങ്ങളിലൊക്കെയും പഠിത്തങ്ങൾ പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം വഴി തുറന്നു. അപ്പോൾ പ്രതിസന്ധികൾ വന്നു, ജോലികൾ നഷ്ടപ്പെട്ടു, രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ടു. അവിടെ ഉള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ച് പോരേണ്ടതായിട്ട് വന്നു. എല്ലാവരും കൈകൊട്ടി ചിരിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ ഭക്തരാണ് എന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല അവിടുത്തെ പത്രങ്ങളിൽ പോലും അടിച്ചിറക്കി. ദൈവമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, പിടിച്ചു. അവിടുന്ന് സ്വർണ്ണം കെട്ടിപ്പിടിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടുത്തെ മഞ്ഞപ്പത്രങ്ങൾ അടിച്ചു വിട്ടത്. അത്രമാത്രം നശിപ്പിക്കണം, അത് എന്നേക്കുമായിട്ട് ഈ ബ്രദർ മാത്യു സൊറീസ് എന്ന വ്യക്തിയെ നശിപ്പിക്കണം, അവൻ തീർന്നു പോയി, നഷ്ടപ്പെട്ടു, എന്നേക്കുമായിട്ട് അവൻ്റെ പേര് മായ്ക്കപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് ഇവിടെ അനേകർ പ്രവർത്തിച്ചത്. അവിടെയൊക്കെ ഞാൻ ശാന്തമായിട്ട് ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. നാം നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 14-ാം വാക്യത്തിൽ യഹോവ എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് സിയോൻ പറയുന്നു. യഹോവ എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് സിയോൻ പറയും. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള കഷ്ടതയുടെ പരമോന്നതമായ അവസ്ഥയിൽ ദൈവം അവരെ ഉപേക്ഷിച്ചു എന്നുള്ള തോന്നൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി. യഹോവ ഞങ്ങളെ മറന്നു കളഞ്ഞു എന്നുള്ളൊരു ചിന്ത വരുവാനിടയായി. എങ്ങനെയാണ് അവർക്ക് ആ ചിന്ത വന്നത്? ദൈവം അവരെ ശിക്ഷിച്ചു. അവർ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിച്ച് വഷളത്വത്തിലും മ്ലേച്ഛതയിലും പാപത്തിൻ്റെ പടുകുഴികളിലും വീണ് കിടന്നപ്പോൾ, പാപത്തിലൂടെ അവർ മുൻപോട്ട് പോയപ്പോൾ ദൈവം അവരെ സമ്പൂർണ്ണമായിട്ട് ശിക്ഷിക്കുകയാണ്. തൻ്റെ പ്രമോദമായി പടുത്തുയർത്തിയ യെരൂശലേം ദേവാലയം അവൻ നശിപ്പിക്കുകയാണ്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ അയച്ച് യെരൂശലേം ദേവാലയം ചുട്ടുകരിച്ചു. അവിടുത്തെ എല്ലാവിധ കൊട്ടാരങ്ങളും കരിച്ചു. യെരൂശലേമിൻ്റെ മതിലിനെ ഇടിച്ചു കളഞ്ഞു. അവിടുത്തെ ജനങ്ങളെയെല്ലാം അടിമകളാക്കി പിടിച്ചുകൊണ്ട്
ബാബിലോണിലേക്ക് പോവുകയാണ്. ബാബിലോണിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, അവിടെ ചെന്ന് ഇവരെ അടിമവേലയ്ക്ക് വിധേയരാക്കുകയാണ്. യെരുശലേമിൽ ആരുമില്ല. ദൈവത്തിൻ്റെ പ്രമോദമായ യഹോവയാം ദൈവത്തിൻ്റെ തലസ്ഥാന നഗരിയായ യെരുശലേം ശൂന്യമായി കിടക്കുകയാണ്. ദേവാലയത്തിൻ്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രം അവിടെ ബാക്കിയുണ്ട്. പട്ടണമെല്ലാം ചുട്ടുകരിക്കപ്പെട്ടു. യെരുശലേമിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞ അവസ്ഥയിൽ, ചുട്ടുകരിച്ച അവസ്ഥയിൽ കിടക്കുകയാണ്. അവർ ബാബിലോണിന് അടിമത്തത്തിൽ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. അവർ യഹോവയെങ്കിലേക്ക് വീണ്ടും മുഖം തിരിച്ചു. 137 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ബാബിലോൺ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ബാബിലോണിയൻ നദികളുടെ തീരത്തിരുന്ന് അവർ കരയുകയാണ്, സിയോനെ ഓർത്ത്. ദൈവത്തിൻ്റെ പ്രമോദമാണ് സിയോൻ. അപ്പോൾ അവരെന്താ ചെയ്തത്? അവർക്ക് പാടുവാൻ കഴിയുന്നില്ല, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ നടുവിലെ അലറി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. നാട്ടുകാരൊക്കെ പാട്ട് പാടാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ പാടും? ഞങ്ങളുടെ സന്തോഷമെല്ലാം പോയി. ക്രൂരമായ അടിമവേല ചെയ്യുകയാണ് ബാബിലോണിൽ. യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുമെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. ദൈവം അവരെ സ്നേഹിച്ചു, പക്ഷേങ്കിൽ അവരുടെ നിലവിളിക്ക് മറുപടി ലഭിക്കുന്നില്ല. 1 വർഷമല്ല, 10 വർഷമല്ല, നീണ്ട 70 വർഷങ്ങൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. മടങ്ങി യെരുശലേമിലേക്ക് പോകുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. യെരുശലേമിൽ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് വന്ന അനേകായിരങ്ങൾ അവിടെ വെച്ച് തന്നെ ബാബിലോണിൽ വെച്ച് ചത്തൊടുങ്ങി. തിരികെ യെരുശലേമിലേക്ക് പോകുവാനുള്ള യാതൊരു സാധ്യതയും അവരുടെ മുൻപിലില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല. അവരുടെ ആശകളെല്ലാം തകർന്ന അവസ്ഥയിൽ അവർ സ്വാഭാവികമായും പറഞ്ഞുപോയ കാര്യമാണ് ദൈവം ഉദ്ധരിക്കുന്നത്. യഹോവ എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞുവെന്ന് സിയോൻ പറയുന്നു. ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ഒരു വർഷത്തെയോ കാര്യമല്ല, നീണ്ട 70 വർഷത്തെ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മറുപടി ലഭിക്കാത്ത അവസ്ഥയിൽ, അടിമകളായി ക്രൂരമായ അടിമപ്പണി ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിലും മറുപടിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം മനുഷ്യ ജീവിതത്തിലുണ്ടാകും. When the children of Israel, when they were under Babylonian captivity, they prayed and prayed and prayed, but for 70 years there was no reply. So they started thinking, why God has forsaken us. Zion says, God has forsaken me, my Lord has forgotten me. This was their reaction. Why? Because they were under cruel slavery. They were working like slaves under the Babylonian masters. And they were praying and praying and praying, but there is no reply at all. So, after 70 long years, probably this was their reaction. God has forgotten me. My Lord has forsaken me. So, the Almighty God says, how can I forsake you? Can a woman forget her nursing child, that she should have no compassion on the son of her womb? Even these may forget, yet
I will not forget you. A nursing mother may forget her child, her son. But God says, I will not forget you. എപ്പോഴും പ്രയാസങ്ങളുടെ താഴ്വരയിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, അത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള ചിന്തകൾ ആത്മീയ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ജോലി നഷ്ടപ്പെട്ടു, പൊടും നനവയാണ്, മുന്നറിയിപ്പൊന്നുമില്ല. 2020 ലോകം മുഴുവൻ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വർഷമാണെന്നാണ് അനേകർ പറഞ്ഞിരുന്നത്. അനേകരങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അനേകർ അങ്ങനെ പ്രവചിച്ചിരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ 2020 4-ാം മാസം എത്തുമ്പോഴേക്കും എല്ലാ സ്വപ്നങ്ങളും തകർന്നുടഞ്ഞ് മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ള ഭയാനകമായ ചിന്തയിൽ ആയിരിക്കുമ്പോൾ ദൈവജനം പോലും പകച്ചു നിൽക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ സാഹചര്യങ്ങളിൽ പതറേണ്ട ആവശ്യമില്ല, പകച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. ബാബിലോണിയൻ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്ന അതേ കാര്യം യഹോവ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നു. പെറ്റമ്മ ഉപേക്ഷിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. പക്ഷേ ഈ പറയുന്നത് ദൈവജനത്തെക്കുറിച്ചാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ ജീവിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണിത് പറയുന്നത് എന്നൊരു വ്യത്യാസം മാത്രം. അല്ലാതെ നാമമാത്രമായിട്ട് ജീവിക്കുന്നവരും ദൈവത്തിന് വേണ്ടി അലങ്കാരങ്ങൾ പിടിച്ചെടുത്ത് ജീവിക്കുന്നവരെയും കുറിച്ചല്ല. വാസ്തവമായി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവകൃപയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ദൈവത്തിനിത് പറയുവാനുള്ളത്. ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മുൻപോട്ട് പോകുന്നവരെ കുറിച്ചാണ് പറയാനുള്ളത്. അവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നവരെ അവൻ സൂക്ഷിക്കും. മറുപടികൾ താമസിച്ചേക്കാം. അതേ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ജോലി പോകുന്നുള്ളത് എനിക്കറിയാമായിരുന്നു, ഞാൻ പലയിടത്തും അപേക്ഷിച്ചു, പക്ഷേ ഇതുവരെ എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. ഈ തരുണത്തിൽ എനിക്കിവിടെ മുൻപോട്ട് പോകുവാനും സാധ്യമല്ല, നാട്ടിൽ പോയേ തീരൂ, കാരണം ഇവിടെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സാരമില്ല, നാട്ടിൽ പോരേണ്ടി വന്നാൽ തിരിച്ചു പോരുക, അത്രമാത്രം. ദൈവമാണ് വഴികൾ തുറക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി കരുതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ കരുതും. മറ്റൊരു സഹോദരി വിളിച്ചു പറഞ്ഞ് എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്, ഇനി എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ലല്ലോ, ജോലിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ ആരെയെല്ലാം ആശ്രയിക്കണം ഇനി മുൻപോട്ട്? ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തിന് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം, അത് നിൻ്റെ ബാങ്ക് ബാലൻസാണ്. അത് നിനക്ക് വേണ്ടി കരുതിക്കൊള്ളു. ഇതെൻ്റെ അനുഭവമാണ്. ദൈവത്തിന് വേണ്ടി കരുതുന്നവരെ ദൈവം കരുതുന്നവനാണ്. ഇങ്ങനെ പ്രയാസം വരുമ്പം കരുതുകയല്ല. ജീവിതയാത്രയിൽ ദൈവത്തിന് വേണ്ടി കരുതുവാനുള്ള സന്മനസ്സുണ്ടാകണം. ദൈവിക വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ലോകമെമ്പാടും ലോക്ക്ഡൗണാണ്. ഇനിയും അനേക രാജ്യങ്ങൾ തുടരുകയും ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസങ്ങൾ അത്രയും വീട്ടിലിരുന്നിട്ടും ദൈവത്തിന് വേണ്ടി ഒരു കാര്യം പോലും ചിന്തിക്കുവാൻ കഴിയാതെ ഇതെല്ലാം കഴിയുമ്പോൾ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും അത്ഭുതകരമായി അനുഗ്രഹപ്രദമായി വഴി നടത്തുമെങ്കിൽ തീർച്ചയായും ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നതൊക്കെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ പ്രവർത്തിക്കും എന്ന് തീരുമാനമെടുക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ജോലി പോകുമെന്നുള്ള ആശങ്ക, അത് കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നാൽ എവിടെ താമസിക്കുമെന്നുള്ള ആശങ്ക, മക്കളെ പഠിപ്പിക്കണം എങ്ങനെയാണ് പോകുന്ന എന്നുള്ള ആശങ്ക, സ്കൂളുകൾ മാറുവാനുള്ള ആശങ്ക, ഇങ്ങനെ ആശങ്കകൾ
നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളിൽ അനേക കുടുംബങ്ങളിലുള്ളത്. ദൈവത്തെ സർവ്വതും പരമേൽപ്പിച്ച് എൻ്റെ ദൈവം എന്നെ നടത്തും എന്ന് ചിന്തിക്കുവാൻ അനേകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ടെലിവിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നിട്ട് ടെലിവിഷനോ മ്യൂസിയമോ ഒന്നും ആരംഭിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനും പ്രിയപ്പെട്ടവളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തോട് ചോദിക്കും, മറുപടിയൊന്നും പറയത്തില്ല. ആരംഭിക്കാമെന്നല്ലാതെ എന്ന് ആരംഭിക്കുമെന്നോ എങ്ങനെ ആരംഭിക്കുമെന്നോ എപ്പോഴാരംഭിക്കുമെന്നോ ഒന്നും യാതൊരു മറുപടിയുമില്ല. എന്നാൽ ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരമാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആളുമില്ല. എനിക്കറിയാം, അപ്രകാരമുള്ളൊരു പ്രാർത്ഥന എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുമില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ മാത്രം ഭാരമാണ്. ഞങ്ങൾ മാത്രം ഞാനും പ്രിയപ്പെട്ടവളും പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് വേണം. പിന്നെ ഏറ്റവും അടുത്ത ഒരു ചെറിയ വൃന്ദം സഹോദരങ്ങളുടെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. പക്ഷെ അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഇതൊക്കെ ആരംഭിച്ച ഇവനങ്ങ് വലിയവനായി പോയാൽ എന്ത് ചെയ്യും? ദൈവം അരുളപ്പാട് നൽകിയവരുണ്ട് ബ്രദറിനെ കുറിച്ച്. പക്ഷെ അവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അവർ മിണ്ടാതിരുന്നാൽ ബ്രദറിനോടുള്ള അരുളപ്പാടൊന്നും നടക്കത്തില്ലെന്ന് അവർ വിചാരിച്ചത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്, എന്നെ അറിയിച്ചിട്ടില്ല. കാരണം ആ വാഗ്ദത്തങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ കവിയുന്ന വാഗ്ദത്തങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ കൊച്ചുകൂട്ടം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മനസ്സിൽ വളരെ ഭാരമുണ്ട്. ഒരു മറുപടി ലഭിക്കുന്നില്ല ദൈവത്തിൽ നിന്ന്. ശുശ്രൂഷയില്ല, ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ആലയമില്ല, ഒന്നുമില്ല. വെറും കൈയോടെ നാട്ടിൽ വന്നു. അതെ, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു ശുശ്രൂഷ കെട്ടിപ്പടുക്കുകയും ചെയ്ത് അവസാനം ജോലിയെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ ആ ശുശ്രൂഷയിൽ നിന്ന് കാലുമടക്കി അടിച്ച് പുറത്ത് കളഞ്ഞ അനുഭവമാണ്. വേണമെങ്കിൽ എനിക്ക് ആ ശുശ്രൂഷയെ മുടക്കാമായിരുന്നു, അതിനെ തടസ്സപ്പെടുത്താമായിരുന്നു, നിർത്താമായിരുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, റിട്ട് കൊടുക്കുക, അവിടുത്തെ ആരാധന നിശ്ചലമാക്കുക. ഇതൊന്നും ഞാൻ ചെയ്യുന്ന വിഷയമല്ല. ഇത് ദൈവത്തിൻ്റെ വിഷയമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയുണ്ട്. ദൈവം നീതിയുടെ ന്യായത്തിൽ വേണം. ഈ സെക്കൻഡ് വരെ ഞാൻ വിശ്വസിക്കുന്നതാണ്. അവൻ ന്യായത്തോടും നീതിയോടും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഈ വലിയ ഭാരങ്ങൾ മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ ഫ്ലോറിഡയിൽ ബൈബിൾ മ്യൂസിയം ആയിരിക്കുന്ന ഹോളി ലാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന തീം പാർക്കിലേക്ക് കടന്നു പോയത്. അപ്പം അവിടെ ഒരുപാട് തീം പാർക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങളതിലൂടെ നടക്കുമ്പോൾ ഒരു നാടൻ ഗ്രാമീണ ഗ്രൂപ്പ് അവർ അവിടെ ഒരു മൂലയ്ക്ക് നിന്ന് പാട്ട് പാടുകയാണ്. നാട്ടിലെ വാദ്യോപകരണങ്ങളൊക്കെ വെച്ചാണ്. എല്ലാവരും വരുന്നവർക്ക് വേണ്ടി അവർ ചുമ്മാതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് അവർ പാടുകയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തുനിന്ന് പാട്ട് കേൾക്കുവാനായിട്ട് അവർ പാടിയത് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചു. ഞങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഹൃദയഭാരമായിട്ട് ഹൃദയത്തിൽ ഭാരത്തോടെ കൊണ്ടുനടന്ന വിഷയങ്ങൾക്ക് മറുപടിയാണ് ദൈവം ആ പാട്ടിലൂടെ ഞങ്ങൾക്ക് മറുപടിയായി നൽകിയത്. ഞങ്ങൾ രണ്ടുപേരും കണ്ണുനീരോടെയാണ് ആ പാട്ടുകൾ കേട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു. വീണ്ടും ഈ പാട്ട് കേൾക്കുവാൻ വേണ്ടി മാത്രം ഞങ്ങൾ വീണ്ടും ഹോളി ലാൻഡ് എക്സ്പീരിയൻസിലേക്ക് പോയി. അതിൻ്റേതായിട്ടുള്ള അർത്ഥം ഇതാണ്. താൻ ഭക്തന്മാരെ ദൈവം മറക്കുമോ? അതെ, ഒരിക്കലും ദൈവം മറക്കുകയില്ല. ദൈവ പൈതലെ നിന്നെ മറക്കുകയില്ല. ആ വരികൾ കേട്ട്, അവരുടെ പാട്ടുകൾ കേട്ട് പ്രത്യാശയുടെ വരികളാണ്. അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങൾ നൽകുന്ന ദൈവമാണ്. തൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ അവൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. മറുപടി താമസിച്ചാലും അവൻ മറക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു സന്ദേശമാണ് എനിക്ക് ലഭിച്ചത്. അതിപ്രകാരമാണ്: മറക്കുമോ ദൈവം, മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരെ? മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല
ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല, മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല. തന്നാത്മാവു നയിച്ചിടും ഭക്തന്മാരെ തന്നുള്ളം കയ്യിൽ ദൈവം വരച്ചിടും. തന്നാത്മാവു നയിച്ചിടും ഭക്തന്മാരെ തന്നുള്ളം കയ്യിൽ ദൈവം വരച്ചിടും. ഓർത്തിടും ദൈവം ഓർത്തിടും, തൻ ഭക്തന്മാരെ ദൈവം ഓർത്തിടും. ഓർത്തിടും ദൈവം ഓർത്തിടും, തൻ ഭക്തന്മാരെ ദൈവം ഓർത്തിടും. മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരെ? മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല, മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല. എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തുകയും ദൈവം എന്നോട് തന്നെ സംസാരിച്ചതായിട്ട് അനുഭവപ്പെട്ട ഒരു പാട്ടാണ്. I was talking to you that I was just going to the Holy Land Experience, which is a Bible theme park. We were all depressed and we had a lot of sorrows because so many years we have been praying for the museum, we have been praying for the television channel, nothing was working out. And there is no reply from the Almighty God. It's then I found this countryside musical group, they were singing this song. Child of God, will I forget you? Will God forget those who have heard His call and come out? He will never forget you. Child of God, He will never forget you. So, that was a great assurance for us. So, there may be times when you are depressed. There may be times when you feel that your prayers are not answered. But always we should have that stupendous faith in God, that deep faith in God. He will never forsake us. He loves us. In Isaiah chapter 49 verse 16, God says, "Behold, I have engraved you in the palms of my hands. Your walls are continuously before me." I have engraved you in the palms of my hands. He has engraved you. He has not drawn you. He has not written your name. But He has engraved you in His palms. You are His child. All His children are engraved on His palms. You know, palm is the most vital part, I would say, because you need the hands. Well, the palm is the most important part, where you have to grab something to eat, or you have to carry something, you have to go something. Everywhere the palm is playing a very important part in our day-to-day life. You must remember, this is the word of God. He has engraved you in His palms. So we don't have to be depressed. We don't have to be in despair. അത്യുന്നതനായ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. പരിഭാഷ തെറ്റാണ്. വരച്ചിരിക്കുകയല്ല, എൻഗ്രേവ്ഡ് എന്ന് പറഞ്ഞാൽ കൊത്തുപണി ചെയ്തിരിക്കുന്നു. എവിടെയാണ് കൊത്തുപണി ചെയ്തിരിക്കുന്നത്? കല്ലിലോ മറ്റ് സ്വർണത്തിലോ മറ്റ് ലോഹങ്ങളിലോ തടിയിലോ ഒന്നുമല്ല. നിൻ്റെ പേരല്ല കൊത്തുപണി ചെയ്തിരിക്കുന്നത്, നിന്നെയാണ് അവൻ കൊത്തുപണി ചെയ്തിരിക്കുന്നത്. കൊത്തുപണിയെ ആർക്കും മായ്ച്ചു കളയാൻ സാധ്യമല്ല. ഇവിടെ വരച്ചിരിക്കുന്നു, വര മായ്ഞ്ഞു പോകുന്ന കാര്യമാണ്, പരിഭാഷയുടെ വൈകല്യമാണ്. അപ്പോൾ യഹോവയുടെ ഉള്ളം കയ്യിൽ, ഉള്ളം കൈ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ അവയവമാണ്. എപ്പോൾ നോക്കിയാലും ഉള്ളം കൈ കാണാൻ കഴിയും. പ്രാചീന ശാസ്ത്രമായ ഹസ്തരേഖാശാസ്ത്രത്തിൽ ഈ ഉള്ളം കൈക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നില്ല. യഹോവ അവിടെയാണ് നിന്നെ കൊത്തുപണി ചെയ്തിരിക്കുന്നത്, എഴുതി വച്ചിരിക്കുകയല്ല. മാത്യുന്നോ തോമസ് ചാക്കോ പേരെഴുതുകയല്ല. അങ്ങനെ 1000 പേരുകൾ ഈ ഭൂമിയിലുണ്ട്, അല്ലെ കോടാനുകോടി പേരുകളുണ്ട്, അതല്ല. പക്ഷെ നീ മാത്രമാണ്.
ദൈവം നിന്നെ സൃഷ്ടിച്ചു, നീ അവന് വേണ്ടി പ്രതിഷ്ഠിച്ചു, നീ അവന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലായി നീ ജീവിക്കുമ്പോൾ, നീ അവൻ്റെ ഉള്ളം കയ്യിൽ കുത്തുപണി ചെയ്യപ്പെട്ടിരിക്കുന്നു. നിൻ്റെ രൂപം അവിടെയുള്ളൂ, നിൻ്റെ പേരോ നിൻ്റെ വീട്ടുപേരോ ഒന്നുമല്ല. നീ അവൻ്റെ ഉള്ളം കയ്യിലുണ്ട്. ഏത് സമയത്തായാലും അവന് നിന്നെ കാണുവാൻ കഴിയും. കാരണം അവൻ്റെ ഉള്ളം കയ്യിലാണ് നിന്നെ കൊത്തിവെച്ചിരിക്കുന്നത്. അവനൊരു ദൈവത്തിൻ്റെ പൈതലിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ജോലി പോയെന്നിരിക്കും, കൊറോണ വന്നെന്നിരിക്കും, പോയെന്നിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടു എന്നിരിക്കും, ലോകം പരിഹസിച്ചെന്നിരിക്കും, അതെ ബന്ധുമിത്രാദികളൊക്കെ വേർപിരിഞ്ഞെന്നിരിക്കും. ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ ഈ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ അവിടെ ഒന്നും ദൈവത്തെ വിട്ടുപിരിയുന്നൊരു പ്രശ്നമില്ല. അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തെ കൂടുതലായി 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 ആശ്രയിക്കുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. മനസ്സ് തളരും. മറുപടികൾ ലഭിക്കാതെ വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചില സമയങ്ങളിൽ മനുഷ്യ ജീവിതത്തിലെ ബലഹീനതകൾ നിമിത്തം, മറ്റുള്ളവരുടെ പ്രതികരണം നിമിത്തം ഒക്കെ മനുഷ്യനല്ലേ പ്രയാസമുണ്ടാകും. പക്ഷെ അവിടെയൊക്കെയും നമ്മെ പ്രത്യാശയോടെ നയിക്കുന്ന കാര്യം നാം അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുകയാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. എനിക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്നൊരു പാട്ടാണ്. അവൻ നമ്മുടെ പേരുകളല്ല കയ്യിൽ വെച്ചിരിക്കുന്നത്, നമ്മളെ തന്നെ അവൻ്റെ കൊത്തുപണിയായിട്ട് അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, തന്നാത്മാവു നയിച്ചിടും ഭക്തന്മാരെ തന്നുള്ളം കയ്യിൽ ദൈവം വരച്ചിടും. ഓർത്തിടും ദൈവം ഓർത്തിടും, തൻ ഭക്തന്മാരെ ദൈവം ഓർത്തിടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഭയപ്പെടേണ്ട കാര്യമില്ല, ഭ്രമിച്ചു നോക്കേണ്ട കാര്യമില്ല. ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാൽ മതിയാകൂ. പക്ഷേ അവിടെ ഒരു ദൈവപൈതൽ പതറുവാൻ പാടില്ല. ദൈവത്തെ തന്നെ മുറുകെ പിടിക്കണം, ദൈവത്തെ തന്നെ ആശ്രയിക്കണം. അവിടെ പ്രാർത്ഥിക്കുക, ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചാടി ഓടിപ്പോയി 100 പ്രാർത്ഥനയിൽ ഓടി ഓടി കയറിയിട്ട് യാതൊരു കാര്യമില്ല. നിനക്ക് ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധമുണ്ടാകണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധിയാണെന്ന് അപ്പോസ്തലനെ പോലെ പറയുവാൻ നിനക്ക് കഴിയണം. ദൈവം ഉപേക്ഷിക്കുകയില്ല. കഷ്ടങ്ങളുടെ നടുവിൽ അവന് ഏറ്റവും അടുത്ത തുണയാണ്. പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്, നിരന്തരമായ പ്രാർത്ഥനയാണ്. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് പിശാച് കൊണ്ടുവരുന്ന നിരാശകളെ തകർക്കുവാൻ കഴിയുന്നത്. നാം ഒക്കെയും ഇന്നത്തെ നമ്മുടെ അവസ്ഥകളാണ് ഓർക്കുന്നത്. ഞാൻ ദുബായിലെ ആ സംഭവത്തിന് ശേഷം 24 മണിക്കൂറിനകം ആ രാജ്യം വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആംഗ്ലിക്കൻ ചാപ്ലിനായ റവറൻ ഡെന്നിസ് കേണ്ടനോട് യാത്ര പറയുവാൻ ചെന്നു. അദ്ദേഹത്തിന് വളരെ വിഷമമായിരുന്നു. I never thought all this happened, Matthew. But the Lord will not forsake you. I said, no. എന്നെ സംബന്ധിച്ച് $9 ഇന്ത്യ വിട്ട വ്യക്തിയാണ് ഞാൻ. ഇന്ന് എനിക്ക് ദൈവം എനിക്ക് പ്രിയപ്പെട്ടവളെ തന്നു, 3 മക്കളെ തന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് അതെ ഈ വലിയ നിധിയായ വിശുദ്ധ സത്യവേദ പുസ്തകം തന്നു. അദ്ദേഹമാണ് അതവിടെ ദുബായിൽ പ്രകാശനം ചെയ്തത്. I said, what more do I want? Whatever people say or do, this is an everlasting record. It is going to remain forever. God has granted me that, and He has given me the privilege to present it to the world. What more do I want? I don't care whatever happens. Then He tapped me.
ദാറ്റ്സ് ദ സ്പിരിറ്റ്. ഇതാണ് വിശ്വാസം. സങ്കടത്തോടെയാണ് ഞങ്ങൾ യാത്ര പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഓരോ കാര്യവും അവൻ അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു സന്ദർഭമാണ്. ദൈവത്തിൻ്റെ അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ജോലി വേണം, ജോലി പോകരുത്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനേകർ പറയുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി നീ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ലിസ്റ്റാണ് ആദ്യമേ ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കുവാൻ ആരംഭിച്ചിരിക്കണം. ചുമ്മാ ലിസ്റ്റ് എഴുതി വെക്കുക, കടലാസ് എഴുതുകയല്ല. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കണം. ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതുവരെയും അങ്ങനെ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം നീ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, നിൻ്റെ സമയം ദൈവത്തിന് വേണ്ടി നൽകുവാൻ നീ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വേലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സാരമില്ല. ഇന്ന് ഇതിൻ്റെ തുടക്കമാകട്ടെ. ഞാൻ പറയുന്നു, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. പക്ഷേ നീ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ഒരു ഉടമ്പടിയുമായിട്ട് വേണം വരാൻ. അതോടൊപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവനാമോഹത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല സഹോദരൻ. നീ ഏത് കോവിഡ് രോഗിയുടെ മുന്നേ പോലും നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീ വിശ്വസിക്കുന്ന, നീ ആരാധിക്കുന്ന, നിന്നെ വഴി നടത്തുന്ന യഹോവയുടെ ഉള്ളംകൈയിൽ അവൻ നിന്നെ വരച്ചിരിക്കുന്നു, കൊത്തുപണി ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് നീയുമായിട്ടുള്ള ബന്ധം ആശ്രയിച്ചിരിക്കും. പൊയ്മുഖങ്ങളുമായിട്ട് ഭക്തിയുടെ ആവരണമായിട്ടാണ് വരുന്നതെങ്കിൽ അല്ല. വാസ്തവമായി നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, വാസ്തവമായി നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, നിൻ്റെ പ്രവർത്തനങ്ങൾ സത്യമായിരുന്നുവെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. He has engraved you in the palms of his hands. You don't have to be bothered at all. Come what may. Maybe you are losing the job. Maybe you have to leave the country. But don't worry. He will find a solution for every problem. Because he knows that. You know, when the children of Israel, they were lamenting before God, saying, Zion has said, the Lord has forsaken us. The Lord has forgotten us. But God was caring for them. You know, at that time, when the children were saying this, he was preparing Cyrus. 200 years before the birth of Cyrus, the prophet Isaiah had prophesied about him. He would come, he would leave the people. He would allow the people to go back, and they would go and lay down the foundation for the temple of Jerusalem. 200 years before the birth of Cyrus, this was prophesied by prophet Isaiah. So, God has a definite plan, but his children could not see that plan. And it was done according to what was prophesied. കോരശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുൻപ് കോരശിനെ കുറിച്ച് പറഞ്ഞതാണ്. അവന് ജനത്തെ വിടുവിക്കും. യെരൂശലേമിൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിടും. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതി അവൻ്റെ കയ്യിലുണ്ട്. നമ്മെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തമായ രൂപരേഖ അവൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അവനെ വിശ്വസിക്കുന്ന, അവനിൽ മാത്രം ആശ്രയിക്കുന്ന, അവനു വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഓരോരുത്തരുടെയും ചിത്രം അവൻ്റെ ഉള്ളംകൈയിൽ അവൻ വരച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളംകൈയിൽ അവൻ വരച്ചിട്ടുണ്ട്. പേരെഴുതുകയല്ല, അത് വരയ്ക്കുകയല്ല, കൊത്തുപണി ചെയ്തിരിക്കുകയാണ്. വരകൾ മാഞ്ഞു പോകും, കല്ലിലുള്ള വരകൾ മാഞ്ഞു പോകും, കൊത്തുപണി മാറിപ്പോകും. പക്ഷേ അവൻ്റെ സ്വന്തം ഉള്ളംകൈയിൽ ഇരിക്കുന്ന ആ കൊത്തുപണി ആർക്കും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അതെന്നെന്നും തൻ്റെ ഭക്തന്മാർ നിലവിളിക്കുമ്പോൾ അവൻ്റെ മുൻപിലുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇതുവരെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ വലിയ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ തീർച്ചയായും ഈ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ
നമുക്ക് ഉത്തരമരലും. ഒരു പുതിയ ഉടമ്പടി അവനുമായിട്ട് ചെയ്യുക. അവൻ നിന്നെയും അവൻ്റെ ഉള്ളംകൈയിൽ കുത്തുപണി ചെയ്യും. ദൈവജനമാണ് ഇന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ, ചുറ്റുപാട് നടക്കുന്ന മരണങ്ങളുടെയും പ്രയാസങ്ങളുടെയും തൊഴിലില്ലായ്മയുടെയും മറ്റ് സകലവിധ നിരാശാജനകമായ കാര്യങ്ങളുടെയും മുമ്പിലാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം തൻ്റെ ഉള്ളംകൈയിൽ നമ്മെ വരച്ചിരിക്കുന്നു. ദൈവജനത്തെ വരച്ചിരിക്കുകയല്ല, അവൻ കൊത്തുപണി ചെയ്തിരിക്കുന്നു. കൊത്തുപണി പ്രയാസമുള്ള കാര്യമാണ്, വരയ്ക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. പക്ഷേ കൊത്തുപണി എന്ന് പറയുമ്പോൾ ആ പ്രതലത്തെ കൊത്തിയെടുത്ത് ആ രൂപമാക്കിയിരിക്കുകയാണ്. ഒരിക്കലും ആർക്കും മായ്ച്ചു കളയാൻ സാധ്യമല്ല. വരകൾ മാഞ്ഞു പോകും. നാം അവൻ്റെ ഉള്ളംകൈയിലിരിക്കുകയാണ്. ഉള്ളംകൈയിലിരിക്കുമെന്ന് പറയുമ്പോൾ അതേ നാം അവൻ്റെ ഉള്ളംകൈയിൽ കൊത്തുപണി ചെയ്യപ്പെട്ടു വച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഭയാനകമായ സംഭവങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, നിരാശപ്പെടുന്ന അനേകമായ കാര്യങ്ങൾ പിശാച് സൃഷ്ടിക്കുമ്പോൾ, ലോകം ഞങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ഉള്ളംകൈയിൽ കൊത്തുപണി ചെയ്തിരിക്കുന്ന ദൈവമാണ്. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവൻ അങ്ങാണെന്ന് ലോകത്തോട് സാക്ഷിക്കുവാൻ തക്കവണ്ണം അടിയൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും നടുവിൽ അങ്ങ് കൂട്ടാളിയായി കടന്നു ചെന്ന് അവരെ രക്ഷിക്കണമേ. യഹോവ ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുവാൻ, യഹോവയുടെ ഉള്ളംകൈയിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി കൊത്തുപണി ചെയ്തിരിക്കുന്നുവെന്ന് പറയുവാൻ തക്കതിനുണ്ട്. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് അവരുടെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ജോൺ കങ്കാലിൽ ബേബി, സിനി ജോൺ, നിക്കോൾ ജോൺ, നിയ ജോൺ, കാൽഗറി, കാനഡ.